കലാമഞ്ജരി 2K25 നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുക. മഞ്ജരി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അർത്ഥം അറിയാമോ? മഞ്ജരി എന്ന് പറഞ്ഞാൽ പൂക്കുല എന്നാണ്. പൂക്കളെ കാണാനാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നത്. നമ്മളിവിടെ വന്നത് കുറെ തിന്നാനും കിടന്നുറങ്ങാനൊന്നുമല്ല. മനുഷ്യർ ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് പൂക്കളുണ്ടായിരുന്നു. പക്ഷേ ആ പൂക്കളെ നോക്കിയിട്ട് മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ എന്നെഴുതാനോ പാടാനോ ആരുണ്ടായിരുന്നില്ല. പൂക്കളെ നോക്കിയിട്ട് മഞ്ഞണിത്തുമ്പിൽ ഒരു പിന്നീടിത്തുമ്പിൽ താനിരുന്നൊരു സുമംഗലി കുരുവി എന്ന് പാടാൻ ആളുണ്ടായിരുന്നു. ഞാൻ ഈ രണ്ട് പാട്ടും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിൽ മോഹൻലാല് ദാദാ ഭായ് സഫാൽക്കെ അവാർഡ് നേടിയ മോഹൻലാല് ആദ്യം വില്ലനായിട്ട് അഭിനയിച്ച സിനിമയിലെ പാട്ടുകളാണ് കേട്ടോ. അന്ന് വില്ലനായിരുന്നു, അന്ന് നായകൻ ശങ്കറായിരുന്നു. പൂക്കളെ സ്നേഹിക്കാൻ, നിറങ്ങളെ ആസ്വദിക്കാൻ, ശബ്ദത്തെ ചിട്ടപ്പെടുത്താനാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ. ചലനങ്ങളെ ചിട്ടയിൽ, താളത്തിൽ ആനന്ദം പ്രകടിപ്പിക്കും. ഉമ്മാന്റെ മടിയിൽ ഇരുന്നിട്ട് ഒരു കുട്ടി ഉമ്മയോട് ഒരു സംശയം ചോദിച്ചു. എന്താ സംശയം പറയോ? ഉമ്മ ഇങ്ങനെ നാളെ പെരുന്നാൾ തീരുവോ, അല്ല റംസാൻ തീരുവോ, പെരുന്നാൾ ഉണ്ടാവുമോ എന്നറിയാൻ വേണ്ടി പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ചന്ദ്രക്കര നോക്കിയിരിക്കുമ്പോ കുട്ടി ചോദിക്കുക, വാഴയിലിട്ട് ഇങ്ങനെ ആടും. വാഴയിൽ ആടുന്നത് മറ്റിലകൾ ആടുന്നതിന് വ്യത്യസ്തമായി നല്ല പരന്ന പ്രതലമുള്ളത് കൊണ്ട്, കാറ്റിന്റെ തടസ്സമുള്ളതുകൊണ്ട് ഇങ്ങനെ ആടുക. ആന തലയാട്ട് പോലെ വാഴയിൽ ആടുക. ഉമ്മ ആണ്ടാടണം അങ്ങനെ ആടുന്നത്. മനുഷ്യരായിരിക്കുന്ന ഒരു ഉമ്മയാണെന്ന് പറയുന്നു. അത് ആടുന്നത് എന്തിനാണെന്നറിയോ? അല്ലാത്ത ഉമ്മമാരെന്ന് പറയുമറിയോ? ആടിക്കോട്ടെ വരാലെ, ഇതെന്താ? ആ കുട്ടിയുടെ പൂക്കുല, വിടർന്നു വരുന്ന പൂക്കുല അടർത്തി. അതിന് പകരം ഉമ്മ പറഞ്ഞു കൊടുത്തു, പടിഞ്ഞാറൻ ചക്രവാളത്തില് വാളംപുളിന്റെ ഷീട്ടിൽ ചന്ദ്രക്കല പൊങ്ങുക. വടൻപുളി പോലെ അമ്പീലി പൊങ്ങുമ്പോൾ കുലവാഴ കൈകളിൽ ഊഞ്ഞാലിയാടുന്ന കുഞ്ഞീളം പൂങ്കാറ്റ് തക്ബീർ ചൊല്ലുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. വാഴയിലയുടെ ആട്ടം കണ്ടിട്ട് അത് തക്ബീറിന്റെ ചൊല്ലുന്നതിന്റെ താളമാണെന്ന് ഒരു ഉമ്മ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഉമ്മ ചെയ്യുന്നത് ആ കുട്ടിയിൽ മഞ്ജരി വിടർത്തുകയാണ്, പൂക്കുല വിടർത്തുകയാണ്. പൂക്കുല വിടർത്തുന്ന വീടുകളാണ്. മുളകൾ കണ്ടിട്ടില്ലേ? മുളങ്കാടുകൾ പണ്ടുമുണ്ടായിരുന്നു. ആ മുളങ്കാടിന് വണ്ടുകൾ തുരന്നിട്ട് ദ്വാരമുണ്ടാക്കുമായിരുന്നു. ആ ദ്വാരത്തിൽ കാറ്റ് കൂടുമ്പോ, കാറ്റ് തട്ടുമ്പോ അതിൽ വിസിലിംഗ് സൗണ്ട് ഉണ്ടാവും അല്ലേ? നമ്മള് ചുണ്ട് കൂട്ടി പിടിച്ചിട്ട് എന്ന് പറയില്ലേ? അതുപോലെയാണ് മുളങ്കാടുകളിൽ നിന്ന് വിസിലിംഗ് സൗണ്ട്. ഈ സൗണ്ടുകൾ കണ്ട് ഒരു പയ്യൻ കുറെ ദ്വാരം ഉണ്ടാക്കിയിട്ട് തന്റെ ചുണ്ടോട് ചേർത്ത് പിടിച്ചിട്ട് കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലായി തീർത്തു. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര് മുരളി കൃഷ്ണൻ നായർ. മുരളി എന്ന് പറഞ്ഞാൽ എന്താ പറയോ? ഓടക്കുഴലിന്റെ കൃഷ്ണൻ ഒരു ദിവസം യമുനാ നദിയുടെ തീരത്ത് പോയിട്ട് രാഗങ്ങളോരോന്നേ ഗോകുല നായകൻ മേളം കലർന്നു പാടുന്നേരം വൃന്ദാവനം തന്നീരുള്ളൊരു ജീവികൾ നന്ദിച്ചു നിന്നീരേ മന്ദം മന്ദം. പെട്ടെന്ന് പാട്ട് നിർത്തികൾ
പാട്ടൊക്കെ നിർത്തിയപ്പോ അവന്റെ അമ്മ ചോദിച്ചു, എന്താ കണ്ണാ പാട്ട് നിർത്തിയേ? അപ്പൊ അവൻ ചോദിച്ചു, അമ്മേ, യമുനയുടെ ഓളങ്ങൾ കരയിലേക്ക് ഇങ്ങനെ വരുന്നതാണ്, ഒന്നും തിരിച്ചു പോകില്ല. വരുന്നൊന്നും തിരിച്ചു പോകില്ല. അതെന്താ ഇങ്ങോട്ടാ പോകുന്നത്? നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ അമ്മമാരോട് കുട്ടികൾ ഇങ്ങനെ ഒരു സംശയം ചോദിച്ചാൽ കുട്ടികൾ അമ്മ എന്താ പറയാ? നീ എന്ത് പൊട്ടത്തരാണ് പറയുന്നത്? എനിക്ക് പറ പഠിക്കാനില്ലേ? അതോടുകൂടി അവന്റെ പുഷ്പമഞ്ജരി അടർത്തി. എന്നാൽ ആ അമ്മ പറഞ്ഞു കൊടുത്തു, അത് കണ്ണാ, നിന്റെ ഓടക്കുഴലിന്റെ പാട്ട് കേട്ടിട്ട് ഓളങ്ങൾക്ക് തിരിച്ചു പോകാൻ തോന്നുന്നില്ലടാ. കണ്ണന്റെ വേണുവിൽ നിന്നുയരുന്നൊരീണത്തിൽ പുളകിതയാമൊരു യമുന തന്നോളങ്ങൾ മുന്നോട്ടു പോകാൻ മനസ്സു വരാഞ്ഞ് താളത്തിലങ്ങിനെ തങ്ങി നിൽക്കൂ, താളത്തിലങ്ങിനെ തങ്ങി നിൽക്കൂ എന്ന് പാടിക്കൊടുത്തു. അപ്പോ ആ കണ്ണന് പുഴയെ ഇഷ്ടമായി. ആ പുഴയെ ചങ്ങാതിയാക്കി. യമുന എന്ന നദി കണ്ണന്റെ ചങ്ങാതിയായി. യമുനയിൽ വന്നു ചേരുന്ന കൈവഴി കാളിന്തി കണ്ണന്റെ ചങ്ങാതിയായി. ആ കാളിന്തിയിൽ വിഷം കലർത്തുന്ന കാളിയരെതിരായിട്ട് സമരം ചെയ്തു. അതാ കാളിയ മർദ്ദനം. അങ്ങനെ കാളിയരെ ആട്ടി ഓടിച്ചപ്പോ കണ്ണന് പ്രശസ്തി ഉണ്ടായി, യശസ്സുണ്ടായി. ആ യശസ് കൊടുത്തതാരാ? പുഴയെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ആ അമ്മ. യശസ് കൊടുത്തവൾ, അതിന്റെ പേരെന്താ? യശസ് കൊടുത്തവൾ എന്നതിന് സംസ്കൃതത്തിൽ പറയാ യശോദ. അങ്ങനെ ആ കണ്ണന്റെ അമ്മയുടെ പേര് യശോദ. നമ്മുടെ മക്കൾക്ക് യശസ് കൊടുക്കുന്നവരാണോ നമ്മുടെ അമ്മമാർ? മക്കളെ പറ്റി ആരെങ്കിലും എന്തൊക്കെ അഭിപ്രായം പറഞ്ഞാൽ ചോദിച്ചാൽ എങ്ങനെ എന്റെ മോൻ പഠിക്കുമെന്ന് ചോദിച്ചാൽ എന്ത് വഴി പാപ്പ, എപ്പോ മൊബൈലിൽ കളിയാണ്, എപ്പോഴും ഗെയിം കളിയാണ് എന്ന് പറഞ്ഞിട്ട് സ്വന്തം മക്കളെ യശസ് വളർത്തുകയല്ല, ഇകഴ്ത്തി കാണിക്കുന്ന പൂതനമാരായി മാറുന്നു ചില അമ്മമാർ. അല്ലേ? പൂതനയാണ്. മക്കളുടെ യശസ്, മക്കളുടെ കുറ്റവും കുറവ് ആരോടും പറയുന്നു. അവരെ പുകഴ്ത്തുക, അവരെ പ്രോത്സാഹിപ്പിക്കുക. ഞാൻ പറഞ്ഞത് പുഴയുടെ താളത്തെ, വാഴയിലൂടെ താളത്തെ നമ്മൾ ആനന്ദത്തിൽ ഉപയോഗിക്കുകയാണ്. ആനന്ദമുണ്ടാകുമ്പോ മധുരിപു ഭഗവാൻ മാനസമുരളിയെ ചുംബിച്ചുണർത്തുന്നൊരാനന്ദ ആന്തോളനം ദോളനം. പാട്ട് കേട്ടിട്ടുണ്ടോ സംഘത്തിലെ? ഈ ആന്തോളനം എന്ന പാട്ട് കേട്ടിട്ട് ഞാൻ പലരോട് ചോദിച്ചു, ആന്തോളനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആന്തോളനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ആന്തോളനം എന്ന് പറഞ്ഞാല് നിങ്ങളുടെ വീട്ടില് കിണറ്റിലെ വെള്ളം പറ്റിയാല് കോർപ്പറേഷൻ വെള്ളം വണ്ടിയിൽ ഇറക്കും. അപ്പൊ പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് നിങ്ങളൊരു പഴയ മുണ്ടോ ലുങ്കിയോ എടുത്ത് നെയ്യാക്കി വെച്ചിട്ട് ആരോടൊക്കെ കുടിച്ചേരോ ചോദിച്ച് കുടിച്ച് തലയിൽ വെച്ചിട്ട് പാത്രവും വെള്ളവും കൊണ്ട് വരുമ്പോ കാലൊരു കല്ലുമ കുത്തിപ്പോയില്ലേ? അപ്പൊ തലയിലെ പാത്രവും വെള്ളവും അന്നേരം ആന്തോളനം. മനസ്സിലായോ? അതാണ് ആന്തോളനം. കടലിൽ കെട്ടിയിട്ട, പുഴയിൽ കെട്ടിയിട്ട ഒരു തോണി അലകൾക്കനുസരിച്ചിട്ട് ഇങ്ങനെ മാനമാടി എൻ തോണി അങ്ങേക്കരെ പോയി വാ എന്ന മട്ടിൽ ആടുന്നിട്ടില്ലേ? നമ്മുടെ മനസ്സ് ആന്തോളനം നടത്തണം. ഈ ആന്തോളനം നടത്താൻ കഴിയാത്തത് കൊണ്ടാണ് താളത്തെയും ചിത്രങ്ങളെയും സംഗീതത്തെയും വാക്കുകളുടെ അർത്ഥതലങ്ങളെയും ആനന്ദത്തിന് ഉപയോഗിക്കാൻ പറ്റാത്ത വിഡ്ഢികളാണ് ശരീരത്തിന് 10 മണിക്ക് ബൈക്കെടുക്കട, ചിക്കൻ കബാബ്, ചിക്കൻ കടായി, പെപ്പർ ചിക്കൻ തിന്നാൻ വിടടാ. പക്ഷെ തിന്നാലൊന്നും തൃപ്തിയാവില്ല. കാരണം ഭക്ഷണത്തിന് ടേസ്റ്റ് കൊടുക്കുന്നത് മസാലക്കൂട്ടോ അജിനോമോട്ടോ ഒന്നും അല്ല. ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാക്കുന്ന സാധനം എന്താണെന്നറിയാമോ? വിശപ്പുണ്ടെങ്കിൽ എന്ത് ഭക്ഷണം ടേസ്റ്റ് ഉണ്ടാകും. ഇന്ന് കുട്ടികൾക്ക് വിശപ്പില്ല, അതുകൊണ്ട് ഈ ഭക്ഷണം ഒന്നും ടേസ്റ്റ് പോരാ, പുതിയ ഹോട്ടലിലേക്ക് പോകുന്നു. അവസാനം എന്താവും അറിയോ? അവസാനം ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ അതിൽ പെട്ടവരല്ല, പക്ഷെ നിങ്ങൾ ഭാവിയിൽ അമ്മമാരാവേണ്ടവരാ. നമ്മുടെ കുട്ടികൾ
ഭക്ഷണത്തിന് വേണ്ടി പരക്കെ ഓടിയിട്ട് ഈ ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ ആനന്ദിപ്പിക്കാൻ ശ്രമിക്കുന്നു. ശരീരത്തിനെ ആനന്ദിപ്പിക്കാൻ പദാർത്ഥം വേണം. കാരണം ശരീര പദാർത്ഥമല്ലേ. വിശക്കുന്ന ഒരു കുട്ടിക്ക് വ്യാകരണം പറഞ്ഞു കൊടുത്താൽ വിശക്കുമാറോ? ദാഹിക്കുന്ന കുട്ടിക്ക് കവിത ചൊല്ലി കൊടുത്താൽ ദാഹമാറോ? ഇല്ല. അപ്പൊ പദാർത്ഥത്തിന് എന്ത് വേണം? പദാർത്ഥം തന്നെ വേണം. പദാർത്ഥത്തിന് മൂന്നവസ്ഥകളുണ്ട്. എന്തൊക്കെയാ പദാർത്ഥത്തിന്റെ മൂന്നവസ്ഥ? ഖരം, ദ്രാവകം, വാതകം. അപ്പൊ ഈ ശരീരമാണ് ഞാൻ എന്ന ചിന്തയുണ്ടാകുന്ന കുട്ടികൾ ഖരവും ദ്രാവകവും വാതകവും അന്വേഷിച്ച് നടക്കും. ഖരത്തിനാണ് MDMA എന്ന് പറയാം, പൊടി. ദ്രാവകമാണ് മദ്യം, വാതകമാണ് പുക, കഞ്ചാവിന്റെ പുക. ഇതിന്റെ പുറകെ പോകുന്നതിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലായോ? ഇതിന്റെ പുറകെ പോകുന്നതിന്റെ കാര്യം, ഇന്നിപ്പോ ഈ കലോത്സവം നടക്കുമ്പോ എന്തിനാ പറയുന്നു സ്കൂൾ പോകുന്നു പറഞ്ഞിട്ട് വെറുതെ വീട്ടിൽ നിന്ന് മൊബൈൽ നോക്കി ഇരിക്കുന്ന കുട്ടികളില്ലേ, ഉണ്ടാവില്ലേ? അവരാണ് ഈ സമൂഹത്തിന് ഭീഷണി. അവർ സമൂഹത്തിന് ഭീഷണിയാണ്. നമ്മൾ കൂട്ടത്തിൽ കൂടിയിട്ട് ആടുകയും പാടുകയും രസിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ മനുഷ്യരാകുന്നത്. അല്ലാതെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് മൊബൈൽ മാന്തുമ്പോ നമ്മൾ മനുഷ്യരാവില്ല. നമ്മൾ മനുഷ്യരാവാൻ നമ്മുടെ ഉള്ളിൽ സംഗീതം വേണം. പാടാൻ കഴിയില്ലെങ്കിലും പാട്ട് ആസ്വദിക്കണം. ആദ്യത്തെ പാട്ട് നല്ല പാട്ടാവോ? തിരുവനന്തപുരത്ത് ആകാശവാണി റേഡിയോ ഉണ്ടായിരുന്ന കാലം, അന്ന് വേറെ TV-യില ഒന്നുമില്ല, കണ്ണൂർ ആകാശവാണിയില്ല, തിരുവനന്തപുരത്ത് മാത്രമാണ്. അന്ന് റേഡിയോയിൽ പാടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. അത്ഭുത വസ്തുവല്ലേ റേഡിയോ. എന്റെ വീട്ടിലെ റേഡിയോ മേശയിൽ വന്ന് താഴെ വിളിച്ചിട്ട് പാടുന്നില്ല. നന്നായി നല്ല ഒരാൾ വന്നു, ഞങ്ങൾ കഴിക്കാൻ ഞാനൊന്നും 1ാം ക്ലാസ്സിൽ പഠിക്കുക. വീട്ടിൽ റേഡിയോ നന്നാക്കാൻ ആള് വന്നിട്ടുണ്ട് ഭാഗം കേട്ടിട്ട് ഞാനൊരു വിടവിട്ട് അന്ന് ഓടിയ ഓട്ടം ഞാൻ ഓടിയെങ്കിൽ PT ഉഷേനേക്കാൾ എനിക്ക് മെഡൽ പോയി. എന്തിനാ ഓടിയെന്നറിയോ? ഈ റേഡിയോയിലുള്ള യേശുദാസിനെ ജാനകിയാണ്. ഈ ഇവിടുന്ന് പാട്ടുപാടുന്നില്ല യേശുദാസിന്റെ ജാനകി. ഇതിനുള്ളിൽ ആ കുഞ്ഞു യേശുദാസിനെ കാണാൻ ഓർമ്മൊക്കെയാണ്. അതിൻ്റെ ഉള്ളിൽ യേശുദാസിന്റെ ജാനകിയാണെന്ന് മനസ്സിലായി. അന്ന് അത്ഭുതമായിരുന്നു റേഡിയോ. അപ്പൊ അഗസ്റ്റിൻ എന്ന് പറയുന്നവര് ഒരാളുടെ മോനോട് ആരോ പറഞ്ഞു, നീ പാടുന്നുണ്ടല്ലോ, റേഡിയോ ഒരു ചാൻസ് തോന്നുന്നത് അപേക്ഷ കൊടുക്കും. ഇവൻ എന്നിട്ട് ഒരു വോയിസ് ടെസ്റ്റിന് വേണ്ടിയിട്ട് റേഡിയോയിലേക്ക് വിളിപ്പിച്ചു. ഇവരുടെ പാട്ട് വായിക്കാൻ ഇവനെ ഒരു റൂം കയറ്റി ചുറ്റുവട്ടല്ല ലൈറ്റെല്ലാം പിടിപ്പിച്ച് മൈക്കെല്ലാം പിടിപ്പിച്ചപ്പോ ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം നമ്മുടെ ധൈര്യം ചോർത്തുന്ന ഇറത്തിലേക്ക് കൊണ്ടുവന്ന സാധനമായി. അങ്ങനെല്ലാം ധൈര്യം ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ എത്തുമ്പോ ധൈര്യം കൂടി ഇറക്കാൻ ഈ ധൈര്യത്തിലൊക്കെ ഇതൊന്നും നമ്മളെ കഴിക്കൊന്നുമില്ല. പക്ഷെ എന്നത് നമുക്കൊരു പേടിയില്ല. ഇതെല്ലാം വെച്ചപ്പോ ഇവർ പാട്ടുപാടാൻ പറഞ്ഞിട്ട് പാട്ടൊന്നും മനസ്സിലേക്ക് വന്നില്ല. പരമപുരുഷ ജഗദീശ്വര ജയ ജയ എന്ന സ്വാധീനാൽ കീർത്തനമാണ് ഇവർ ആദ്യം പാടിയത്. പക്ഷെ പാട്ടിൽ സംഗതികളൊന്നും വന്നില്ല, വേർച്ചിട്ട് ആകെ പൊളിഞ്ഞുപോയി. അപ്പോ ആകാശവാണിക്കാർ കുറച്ചൊരു പാടിയെ പറഞ്ഞു, നിർത്തിനെ കൊണ്ടാകുന്നില്ല പാടാൻ പോയിട്ട് വെറുതെ പണി പോയി. ഇവൻ വീട്ടിൽ പോയിട്ട് കച്ചലോട് കരച്ചൽ എനിക്ക് വെർച്ചിട്ടാണ് എനിക്ക് ആടവാനം പറ്റാനെന്ന് പറഞ്ഞു. അപ്പൊ ഇവന്റെ അച്ഛൻ അഗസ്റ്റിൻ പറഞ്ഞ ആള് നാടകത്തിൽ പാട്ട് പാടിക്കൊടുക്കാൻ പോകുന്നതാണ്. ഭാഗവതി ഹാർമോണിയെ പറ്റി വെച്ചിട്ട് അന്ന് ഈ റിക്കാർഡൊന്നും ഇല്ലല്ലോ, നേരിട്ട് പാടുകയാണ്. അപ്പൊ ഇയാൾ പറഞ്ഞു, ഈ ഒരു കാര്യം ഇത് എന്റെ കൂടെ പാടാൻ പറഞ്ഞു. എന്റെ അടുത്തേക്ക് പാടി. അന്ന് പാടുമ്പോ ഇവരെന്ത് ചെയ്യുന്നു പറയാം, അവരൊന്നും ഇല്ലാത്തപ്പോൾ ഇടാത്തവൻ അങ്ങനെ പാടി പാടി ഇവൻ പാടി പാടി രാത്രി നാടകം കഴിയുന്നവരെ പാട്ട് കഴിഞ്ഞാൽ ഇവൻ ചെയ്തിട്ട് അടി പോയി കിടന്നു. അങ്ങനെ പാടി 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 ഞാനിപ്പോ രാവിലെ കണ്ണൂർ ആകാശവാണി എന്റെ മൊബൈലിൽ വെച്ചു. ഞാൻ എപ്പോഴും ആകാശവാണി മുഴുവൻ പോയാൽ കണ്ണൂർ ആകാശവാണി നാട്ടിലെ വാർത്തകൾ അറിയാം. രാവിലെ നോക്കുമ്പോ അന്ന് ആകാശവാണി പുറത്താക്കിയവന്റെ പാട്ട് വിമോചന പവിതരാതിരത പദവല്ലവപാന കിരിധംബരിയുദരിത തിത്തിലാനതിലന കനതരി ഭിത്താകൃതജം ജം ഭിത്താകൃതജം ജം ഭിത്താകൃതജം ജം ഗോപാലക പാഹി മാം അനിശം.
ഭാരതമയി ഗോപാലക പാഹി മാം അനിശം അനിശം അനിശം. ഈ പാട്ട് ഇന്ന് രാവിലെ അയാളെ പേരാണ് യേശുദാസ്. അയാളെ പേരാണ് യേശുദാസ്. ആദ്യം പാടിയ പാട്ട് പൊളിഞ്ഞുപോയി. ആദ്യം എഴുതിയ കവിത പൊട്ട കവിതയായിരിക്കും. ആദ്യം വരച്ച ചിത്രം മോശമായിരിക്കും. പക്ഷെ അതുകൊണ്ട് ചിത്രവും പാട്ടും കവിതയും ഒഴിവാക്കണോ? വേണ്ട. നിങ്ങൾ ആദ്യം തന്നെ നടക്കാൻ പഠിച്ചത് വീഴാണ്ടാണോ? ആണോ? പല കുറി വീഴുമ്പോൾ നടക്കാൻ പഠിക്കും, പലവട്ടം കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കും, ഇല്ലേ? അതുകൊണ്ട് മക്കളെ, നിങ്ങൾ വരച്ച് കത്തിക്കുക. നിങ്ങളുടെ ഉള്ളിൽ കഴിവുകളുണ്ട്. ആ കഴിവുകൾ കത്തണമെങ്കിൽ എന്ത് വേണം? തീപ്പെട്ടി വരക്കുന്നുണ്ടെങ്കിൽ തീപ്പെട്ടി കൊള്ളി വരക്കണം. എല്ലാ തീപ്പെട്ടി കൊള്ളിയുടെ തലയിൽ തീയുണ്ട്. പക്ഷെ തനിയെടുത്തോ അത് വരക്കണം. എവിടെ? തീപ്പെട്ടിയുടെ സൈഡിലുള്ള അതിന്റെ രസം പുരട്ടിയ ഭാഗമില്ലേ, അവിടെ വരക്കണം. ആ തീപ്പെട്ടി രസം പുരട്ടിയ ഭാഗമാണ് സ്റ്റേജ്. ആ തീപ്പെട്ടി കൂടാണ് ഈ ഹാള്. ഇതാ കൊള്ളി അടുക്കി വെച്ചിരിക്കുന്നു. തലകർത്ത കൊള്ളി അടുക്കി വെച്ചാണ്ടാ. നിങ്ങളുടെ തലയിലെല്ലാം തീയുണ്ട്. പക്ഷെ ഇവിടെ വന്ന് വരക്കണം, പാടണം, ആടണം, പ്രസംഗിക്കണം, കവിത ചൊല്ലണം, ഒരച്ചൊരച്ച് കത്തിക്കണം. ഞാൻ നിങ്ങളെ പോലെ വിദ്യാർത്ഥിയായിട്ട് പണ്ട് കണ്ണവ സ്കൂൾ പഠിക്കുക. അന്ന് വിദ്യാരംഗത്തിന്റെ പേര് സാഹിത്യ സമാജം. സാഹിത്യ സമാജത്തിൽ എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞു ബാലൻ മാഷ് അച്ചടക്കത്തെ കുറിച്ച്. അത് കേൾക്കുമ്പോഴേക്കും എന്റെ മാറ്റുന്നു ഒരു ആസിഡുകളിലേക്ക്. കാരണം എന്താണെന്നറിയോ? എനിക്ക് ആളോട് വർത്താനം പറയാൻ തന്നെ മടിയായിരുന്നു. എനിക്ക് വിക്കുണ്ടായി. വിക്ക് പറയുമ്പോ കണ്ണൂരാന്ന് പറയാം. ഞാൻ 5:30 കണ്ടി ബസ്സിൽ ടിക്കറ്റ് എടുത്തിട്ട് 5 ടിക്കറ്റ് മുറിച്ചു 5:30 കണ്ടി പറഞ്ഞു. അതുകൊണ്ട് ആരോടും ഒന്നുമില്ല. ഞാൻ നാണം കുടുങ്ങിയായിരുന്നു. എന്നോട് മാഷെന്ന് ചോദ്യം ചോദിച്ചാലേ ഞാൻ ഐഗോഷന്റെ സഞ്ചി അടുപ്പിലിട്ട പോലെ ഇങ്ങനെ ചുരുക്കി മടങ്ങി. എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ആകെ പേടിച്ചു പറിച്ചു. വീട്ടിൽ പോയിട്ട് ഞാൻ അച്ഛനോട് കാണിച്ചു ഞാൻ സ്കൂളിൽ പോയില്ല. അങ്ങനെ വീട്ടിൻ്റെ അടുത്തൊരു 3 മാഷ്. ആ 3 മാഷെടുത്ത് അമ്മ പോയിട്ട് പറഞ്ഞു എന്റെ മോനൊരു പ്രസംഗം തരുമോ? എന്നിട്ട് 3 മാഷ് അച്ഛനക്കത്തെ കുറിച്ചൊരു പ്രസംഗം തരും. എന്നോട് പറഞ്ഞു മോനെ രാത്രി വൈകാട്ട് പഠിച്ചോ? മാഷ് പറഞ്ഞല്ലേ. ഞാൻ രാത്രിയിൽ വൈകാട്ട് പഠിച്ചു. പിറ്റേന്ന് സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് പ്രസംഗിച്ചിട്ട് ആലോചിച്ചിട്ട് വേർച്ചിട്ട് വായിക്കൊന്നും തിരിയില്ല, ഭക്ഷണമൊന്നും ചെല്ലുന്നില്ല. സ്കൂളിൽ പോയി സാഹിത്യ സമാജം തുടങ്ങി. എന്റെ പേര് വിളിച്ചു. ഞാൻ മൈക്കിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന മെലിഞ്ഞ ചെക്കനെ, കൈക്കോട്ട് തള്ള പോലത്തെ മെലിഞ്ഞ 2 കാലും മുറിയ ട്രൗസർ ഇട്ടിട്ട് ഇങ്ങനെ മെലിഞ്ഞിട്ടുള്ള ചെക്കനെ ഞാൻ കാണുക. ഞാൻ മൈക്കിന്റെ മുമ്പിൽ നിന്നിട്ട് ബഹുമാനപ്പെട്ട അധ്യക്ഷനും ശേഷം സഭാവാസികൾക്കും എന്റെ കുപ്പുകയിൽ ഇന്നത്തെ പ്രസംഗ വിഷയം അച്ചടക്കം എന്നാണല്ലോ. അച്ചടക്കത്തെ കുറിച്ച് 2 വാക്കുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞതേ ഓർമ്മയുള്ളൂ. ബാക്കിയെല്ലാം ഡിലീറ്റായി പോയി, കംപ്ലീറ്റ് മറന്നുപോയി. പിന്നെ ഒന്നും കിട്ടുന്നില്ല. കിട്ടുകിട്ട് പറക്കാൻ തുടങ്ങി. വേർത്ത് കുളിക്കാൻ തുടങ്ങി. വായിലെ വെള്ളം പറ്റിപ്പോയി. അണ്ണാക്ക് പറ്റിപ്പോയി. കുറെ നിന്ന് കുറച്ചപ്പോ പിള്ളേർ പോവാൻ തുടങ്ങി. എനിക്കെന്ത് ഭൂമി പടന്നിട്ട് പാതാളത്ത് പോയെങ്കിലും പ്രാർത്ഥിച്ചു പോയി. ഒന്നും കിട്ടാത്തപ്പോ ബാലമാഷ് പറഞ്ഞു ഒന്നും കിട്ടുന്നില്ല കൂടുതൽ. അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയും പറഞ്ഞ് എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു, ജയിക്കുന്നു. അത് പറഞ്ഞു വയ്ക്കാം. കുട്ടികളെല്ലാം ആകെ എന്നെ പറഞ്ഞിട്ട് പോയി. ഞാൻ പോയിട്ട് ഡെസ്കിന്റെ മേലെ തലയിൽ വെച്ച് ഒറ്റ കിടപ്പാ. പിന്നെ ആരാ പാടിയോ പിന്നെ ആരാ പ്രസംഗിച്ചൊന്നും ഞാൻ അറിയില്ല. പരിപാടിയെല്ലാം കഴിഞ്ഞ് കുട്ടികൾ എണീറ്റ് പോയിട്ട് ഞാനൊരു അർദ്ധബോധാവസ്ഥയിൽ കിടക്കുക. പരിപാടി കഴിഞ്ഞ് ബാലമാഷ് വന്നിട്ട് എന്റെ പുറത്ത് മുട്ടിയിട്ട് പറഞ്ഞു നന്നായി. ഞാൻ പറഞ്ഞു മാഷെ പ്രസംഗിച്ചില്ലല്ലോ, പിന്നെ ഇങ്ങനെ നന്നാവുക. അന്നേരം മാഷനോട് ചോദിച്ചു എന്താടാ പ്രസംഗ വിഷയം? ഞാൻ പറഞ്ഞു അച്ചടക്കം. ഒരു കുട്ടിക്കും അച്ചടക്കമില്ലേ, നീ മാത്രമേ അച്ചടക്കത്തിലിരിക്കൂ. അത് മതി. പ്രസംഗിച്ചില്ലേക്കും അച്ചടക്കം എന്താണെന്ന് നീ കാണിച്ചു കൊടുത്തില്ലേ, അത് മതിയെടാന്ന് പറഞ്ഞു. എന്റെ അമ്മേ, നരകത്ത് പോയ ഞാൻ തിരിച്ചു ഭൂമിയിലേക്ക് വന്നു. മാഷയുടെ ആ അഭിനന്ദനം കേട്ടപ്പോ എനിക്ക് എന്തെല്ലോ സുഖം കിട്ടി. ഞാൻ വിചാരിച്ചു എന്നെ കൂവിയ കുട്ടികളോട് പ്രതികാരം ചെയ്യണം. അടുത്ത സാഹിത്യ സമാജത്തിൽ ഞാൻ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് ആള് മുമ്പിൽ ഇങ്ങനെ നോക്കുന്നല്ലേ പറയുണ്ടാവും.
ആരും ഇല്ലാത്തവർക്ക് പറയണ്ടാവില്ലല്ലോ. ഞാൻ എന്റെ വീട്ടിന്റെ ഒന്നും പുറത്ത റബ്ബർ തോട്ടത്തിൽ കയറി പാറേന്റെ മേലെ സ്റ്റേജുമ്പോ കയറി പ്രസംഗിക്കാൻ നോക്കി. എന്തെന്നാ പറയേണ്ടത് ഒന്നും കിട്ടുന്നില്ല. ഞാനാണ് ഒറ്റ കരച്ചിൽ. കരയുമ്പില്ലേ റബ്ബർ കുടിക്കുന്ന ടാപ്പ് ചെയ്യുന്ന ഒരു അന്താട്ടം ഓടി വന്നിട്ട് എന്തിനാ മോനെ കാര്യം ഓടി വെച്ചു പാമ്പങ്ങാൻ കഴിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞ അന്താട്ടം എനിക്ക് പ്രസംഗിക്കാനാവുന്നില്ല. അപ്പോൾ അന്താട്ടം ദേഷ്യം വെറു ഈനാ കരയുന്നു, നീ കരയുന്ന എന്തെങ്കിലും പ്രസംഗിച്ചോ? അപ്പൊ ഞാൻ പറഞ്ഞ എനിക്കൊന്നും അറിയില്ലല്ലോ. എടാ 5ാം ക്ലാസ് വരെ പഠിച്ചിട്ട് എനിക്കൊന്നും അറിയില്ലേ? എന്തെങ്കിലും അറിയാമോ? ഞാൻ പറഞ്ഞ എണ്ണാൻ അറിയാമോ? ആ നോക്കിക്കോ. പ്രസംഗ രൂപത്തിൽ എണ്ണാൻ പറഞ്ഞു. അത് മറന്നുമില്ലല്ലോ അല്ലേ? അങ്ങനെ ഞാൻ ആദ്യമായി പ്രസംഗിച്ച് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കട്ടെ. അയ്യോലെ എണ്ണീക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 14 15 16 17 18 19 20 21 22 23 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 42 43 44 45 46 47 48 49 50 ഇതാദ്യത്തെ പ്രസംഗം. ധൈര്യത്തിൽ പ്രസംഗിക്കാലോ. അങ്ങനെ പ്രസംഗിച്ച ഞാനിപ്പോ ഇന്നലെ നെയ്യാറ്റിൻകര വൈകുന്നേരം പഞ്ചായത്തിന്റെ വലിയ സാംസ്കാരിക ഉത്സവത്തിന് പ്രസംഗിച്ചു. എന്നിട്ട് ഇവിടെ വന്നു. ഇന്ന് ഇത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ചെറക്കര നവരാത്രി മണ്ഡപത്തിൽ ഒരു പ്രസംഗമുണ്ട് തലശ്ശേരി. അത് കഴിഞ്ഞ് രാത്രിയത്തെ മലബാറിന് പോയിട്ട് നേരെ ഓച്ചിറ പായിപ്ര സ്കൂളിന്റെ കലോത്സവം ഉദ്ഘാടനം നാളെ രാവിലെ. അത് കഴിഞ്ഞ് വൈകുന്നേരം ദേവരാജൻ മാഷറെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നാളെ. അദ്ദേഹത്തെ കുറിച്ച് MG ശ്രീകുമാർ എന്ന പാട്ടുകാരൻ അവാർഡ് കൊടുക്കുന്ന വേദിയിൽ ദേവരാജൻ മാഷെ പറ്റിയുള്ള പ്രസംഗം. അത് കഴിഞ്ഞ് മറ്റന്നാള് പിറവത്ത് രാവിലെ ഒരു പ്രസംഗം. അത് കഴിഞ്ഞ് ഉച്ചക്ക് വൈക്കത്തൊരു പ്രസംഗം. വൈകുന്നേരം എറണാകുളത്തൊരു പ്രസംഗം. അത് കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ വീട്ടിലേക്ക് പോകും. മനസ്സിലായോ? അന്ന് ആ കുട്ടികൾ കൂടിയിട്ട് ഇനി ഞാൻ പ്രസംഗിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഇപ്പൊ ഇവര് വിളിക്കോ? ഇല്ല. അതുകൊണ്ട് മക്കളെ, നിങ്ങളുടെ ഉള്ളിലെല്ലാം കഴിവുണ്ട്. ഈ കഴിവ് പക്ഷെ തനിയെ പൊട്ടിത്തെറിക്കില്ല, വരച്ചു കത്തിക്കണം. അതിനുള്ള സുവർണ അവസരമാണ് കലോത്സവം. കലോത്സവം എന്ന് പറഞ്ഞാൽ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് കുറെ ഓക്കയും വാങ്ങി, കുറെ ഐസും വാങ്ങി തിന്ന്, കുറെ ഐസും വാങ്ങി തിന്നിട്ട് തിരിഞ്ഞു വഴി കഴിക്കാനുള്ളതല്ല, നന്നായിട്ട് ആസ്വദിക്കാനും നന്നായി പെർഫോം ചെയ്യാനും വേണ്ടിയിട്ടുള്ള അവസരമാണ്. അതിലൂടെ നിങ്ങളുടെ ഹൃദയം വികസിക്കണം. ആ ഹൃദയം വികസിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സും വികസിക്കും. കലോത്സവങ്ങളുടെ പ്രസക്തി എന്താണെന്നറിയോ? നമ്മുടെ വികാസത്തിന് ബുദ്ധിയും പരീക്ഷയുടെ മാർക്കും കൊണ്ടൊന്നും ഒരു കാര്യമില്ല. മനുഷ്യത്വം വളരണം. നിങ്ങളറിയോ ഇപ്പോഴത്തെ കുട്ടികളെ വിചാരം എന്താ? നല്ലോണം പഠിച്ച് മാർക്കുക. എന്തിനാ മാർക്കുവാന്ന്? നല്ല ജോലി കിട്ടാൻ. നല്ല ജോലി എന്തിനാ കിട്ടുന്നത്? നല്ലോണം ശമ്പളം വാങ്ങാൻ. എന്തിനാ ശമ്പളം വാങ്ങുന്നത്? കൊട്ടാരം പോലത്തെ വീടെടുക്കാൻ. വീടെടുത്തിട്ടോ കപ്പൽ പോലത്തെ കാറ് വാങ്ങാൻ. എന്നിട്ടോ വീട് ചുറ്റുവട്ടം വലിയ മതിൽ കെട്ടാൻ. മതിൽ കെട്ടിയിട്ടോ റിമോട്ട് കൺട്രോളിന്റെ ഗേറ്റ് പിടിപ്പിക്കാൻ. എന്നിട്ടോ കുറെ ചെടി വാങ്ങിയിട്ട് വളർത്തും വീട്ടിന്റെ മുറ്റത്ത്. എന്നിട്ടോ ആ ചെടി ആര് കാണും? നാട്ടുകാർ കാണാൻ പോകില്ല. മതിൽ കെട്ടിയിട്ടുണ്ട്. വീട്ടുകാർ കാണുമോ? ബാല് നോക്കൂല. നിങ്ങളെ വീടെല്ലാം കൂട്ടിയിട്ടിട്ടല്ലേ? അതല്ലേ ഇരിക്കും. ബാല് നോക്കൂലല്ലോ. പോകാൻ നോക്കുമ്പോ തുറക്കും, അപ്പാടെ തന്നെ അടക്കും. ബാല് തുറന്നിട്ട് ഈ പൂവ് കാണില്ല. എന്നിട്ട് തിന്ന കിടന്നുറങ്ങ അങ്ങോട്ട് പോവാ, തിന്ന കിടന്നുറങ്ങ അങ്ങോട്ട് പോവാ. ഇത് മാത്രം ചെയ്യും. എന്നിട്ട് രാത്രി മനുഷ്യന്മാരിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് ഒരു നായിനെ വാങ്ങിപ്പോയി. എന്നിട്ട് രാത്രി ഒരു 9 കഴിയാകുമ്പോ ഗേറ്റ് തുറക്കും. എന്തിനാണെന്നറിയോ? ഈ നായിനെ തൂറാൻ കൊണ്ടാക്കാൻ. റോഡ് മേലെ കൂടി നടക്കും. നായിനെ തൂറാൻ കൊണ്ടാക്കാൻ മാത്രം പുറത്തിറങ്ങുന്ന കുറെ കഴുതകൾ നമ്മുടെ നാട്ടിൽ. അതാവരുത് നിങ്ങൾ. നിങ്ങൾ മനുഷ്യത്വമുള്ളവരാവണം. അതിനെന്ത് വേണം? ബുദ്ധി മാത്രം വളർന്നാൽ പോരാ, ആരോഗ്യവും വളർന്നാൽ പോരാ. ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തിൽ 3 ഘടകങ്ങളുണ്ട്. ഒന്ന് ആരോഗ്യം. അത് നമ്മളെക്കാൾ നല്ലോണം ആരോഗ്യം നിങ്ങൾക്കുണ്ട്. ഞങ്ങളൊക്കെ ബാല്യത്തിൽ ഉണ്ടായിരുന്ന രൂപവും ഇപ്പോഴത്തെ രൂപവും തമ്മിലൊന്ന് താരതമ്യം ചെയ്തു. ഞങ്ങളെല്ലാം ചെറുപ്പത്തിൽ ആദ്യം പഠിച്ച എണ്ണ എത്രയാണെന്നറിയോ? 11 ആദ്യം പഠിക്കും. 1 2 നല്ല ഞങ്ങൾ ആദ്യം പഠിച്ച 11. പക്ഷെ കൈയോണ്ടല്ല എഴുതുക, മൂക്കോണ്ട. എല്ലാത്തിനും ജലദോഷമില്ല, മൂക്കുന്നുണ്ടാവും 11 അടി വരുന്നു. മനസ്സിലായോ? അത് ആദ്യം പഠിക്കുക. വയറ് ഗ്രഹണി എന്ന് പറഞ്ഞ അസുഖം വന്നിട്ട് വലിയ വയറും വലിയ ശരീരം.
ചുമരിന് കിണ്ണഞ്ചാരി വെച്ച മൊത്തം വലിയ മോഡലുണ്ടാവും. തലയിൽ മുഖം പേര് നഗല്ല കുയിന കാഴ്ച കുളിക്കാത്ത വൃത്തികെട്ട കോലകെട്ട പിള്ളറായിരുന്നു വന്നത്. ഇന്ന് ഒരു കുട്ടിയുണ്ട് അതുപോലെ എത്ര നല്ല സുന്ദരന്മാരും സുന്ദരികളാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയുടെ ശരാശരി ആയുസ് 45 വയസ്സാ, ഇപ്പൊ 80 വയസ്സായി. അന്ന് ഞങ്ങളെല്ലാം പഠിക്കുന്ന കാലത്ത് റിട്ടയർ ആകാൻ പോകുന്ന മാഷന്മാരെയും ടീച്ചർമാരെയും കണ്ടാൽ നാരിച്ച് കുളിച്ച് വയസ്സ് ചെയ്യുന്നുണ്ടാവും. എന്നാ ഇപ്പൊ നോക്കിയാട്ടെ, ടീച്ചർ അടുത്ത കൊല്ലം പിരിയാൻ പോകുന്ന ടീച്ചറാണ്. ടീച്ചർ ഒരു ഫോട്ടോ വെറുതെ മാട്രിമോണിയിൽ കൊടുത്ത 100 കണക്കിന് പ്രൊപ്പോസൽ ഇല്ലേ? ഇന്ന് എത്ര യുവത്വത്തോടു കൂടിയാണ് അധ്യാപകർ പിരിയുന്നത്? നല്ല ആരോഗ്യമാണ്, നല്ല ബുദ്ധിയല്ലേ, എത്രയാ മാർക്ക്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്കൂളിൽ, ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയി. അവിടെ നോക്കുമ്പോ അവിടുന്ന് +2 കഴിഞ്ഞ് പോയ 4 കുട്ടികളെ ഓഫീസിൽ ഇരുത്തിയിട്ട് പ്രിൻസിപ്പൾ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാം. എന്താണെന്നറിയോ? ആരെയാണ് ഏറ്റവും കൂടുതൽ A+ വാങ്ങുന്ന സ്കൂളാണ്. എന്നാൽ ഇക്കൊല്ലം 2ാം സ്ഥാനമായി പോയി. 4 കുട്ടികൾക്ക് ഒരു വിഷയത്തിൽ A+ കിട്ടിയില്ല. ആ A+ കിട്ടാത്ത കുട്ടികളെ ചീത്ത പറയാ മാഷ്, നിങ്ങൾ അതിനും കൂടി A+ വാങ്ങി നമ്മളെ തന്നെ ഇക്കൊല്ലം ഫസ്റ്റ് ആവില്ലടാ. എന്തിനാടാ എന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞ? കുട്ടികളെന്തോ ഒരു മഹാ അബദ്ധം ചെയ്ത മട്ടിൽ കുറ്റബോധത്തോടെ ഇങ്ങനെ നിൽക്കുക. ഇങ്ങനെ നിൽക്കുമ്പോ ആ പ്രിൻസിപ്പളിൽ, ഞാൻ നിർമ്മലേരി കോളേജിൽ പഠിക്കുമ്പോൾ എന്റെ കൂടെ PDC പഠിച്ച എന്റെ ക്ലാസ്സിലല്ല, ഞാൻ എപ്പാട് പ്രിൻസിപ്പളോട് ചോദിച്ചു, മാഷെ ഇവർക്ക് 89% ഒരു വിഷയത്തിൽ, ബാക്കി എല്ലാത്തിനും 90%. നിങ്ങൾക്ക് എത്രയായാലും PDCക്ക് മാർക്ക് ചോദിച്ചു. പ്രിൻസിപ്പൾ ലൈറ്റ് ഓഫ് ആക്കിയ പോലെ അയാൾ കണ്ട് ഫസ്റ്റ് ക്ലാസ് 60% എന്ന് പറഞ്ഞാൽ ഇന്നത്തെ A+ ഇല്ല, A ഇല്ല, B+ ഇല്ല, വെറും B. എന്നിട്ടാണ് 90% കിട്ടിയ കുട്ടികളെ പേടിപ്പിക്കുന്നത്. അന്നത്തെ നമ്മളെക്കാൾ എന്തൊരു മാർക്കും ബുദ്ധിയായി ഇന്നത്തെ കുട്ടികൾ, എന്തൊരു കഴിവാണ്, അത്ഭുതമായ ബുദ്ധിയാണ്, നല്ല ആരോഗ്യമാണ്. പക്ഷെ എന്താ പ്രശ്നം? 7 ഒത്തുകൂടിയാലും ചെറുപ്പക്കാരെ കുറ്റപ്പെടുത്തൽ തന്നെ. എന്താണെന്നറിയോ? കാരണം മക്കളെ, നിങ്ങൾക്ക് 3ാമത്തെ ഘടകം വേണം. എന്താ 3ാമത്തെ ഘടകം? മനസ്സുമായി. ഈ മനസ്സ് വളർത്താൻ യൂസർ സെന്റർ ഉണ്ടാ? ഇല്ല. മനസ്സ് വളർത്തേണ്ട സ്ഥലം, മനസ്സ് വളർത്താൻ നിങ്ങളുടെ വീട്, നിങ്ങളുടെ വീടിന്റെ പരിസരമുള്ള പ്രകൃതി, നിങ്ങളുടെ നാട്ടുകാർ, നിങ്ങളുടെ കൂട്ടുകാർ, അവരോടൊത്തിട്ടുള്ള നിങ്ങളുടെ പോസിറ്റീവായ സർഗാത്മകമായ ഇടപഴകലിലൂടെയാണ് നിങ്ങളുടെ മനസ്സ് വളരുക. ആ മനസ്സ് നന്നാവണം. ആ മനസ്സ് നന്നാവണമെങ്കിൽ നിങ്ങൾ കലാപരമായിരിക്കണം. നിങ്ങളുടെ മനസ്സ് കലാപരഹിതമായിരിക്കണം. കലയുടെ കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷെ കലാപരഹിതമായിരിക്കണം നിങ്ങളുടെ മനസ്സ്. ഇനി ശ്രദ്ധിച്ചോളെ, ഞാൻ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ. എന്താണ്? കലാപരഹിതമായിരിക്കണം. മനസ്സിലായോ? കലാപരഹിതമായാൽ ആ കല നിങ്ങൾ അവതരിപ്പിക്കുമ്പോൾ കലാപരഹിതമാണ്. മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടൂലേ? ഞാനിപ്പോ ഈ കാലഘട്ടത്തിൽ ജീവിച്ചത് ഭാഗ്യമാണെന്ന് കരുതുന്നത് യേശുദാസിനെ കാണാൻ പറ്റി, എസ് ജാനകിനെ കാണാൻ പറ്റി, KS ചിത്രനെ കാണാൻ പറ്റി. നാളെ LG സുകുമാറിന്റെ കൂടെ നിന്നെ അണിയിക്കാൻ താമര നൂലിനാൽ ഞാനൊരു പൂത്താലി തീർത്തു വച്ചു, നീ വരുവോളവും വാടാതിരിക്കാനായി ഞാനതെടുത്തു വച്ചു, എന്റെ വെച്ചു എന്ന് പാടിയവന്റെ അടുത്ത നാളെ ഇക്കാലത്ത് അതൊരു ഭാഗ്യല്ലേ? ഇവരൊക്കെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റിയ ഒരു ഭാഗ്യമാണ്. അല്ലാതെ ഒരുപാട് ഉറച്ചു തിന്നാൻ പറ്റിയല്ലോ എന്നതല്ല എന്റെ ഭാഗ്യം. അല്ലേ? നമുക്കെല്ലാം പല പേരുണ്ടെങ്കിലും മരിച്ച ഒരു പേരിലേ ഉള്ളൂ നമുക്ക്. എന്താണ്? ശവം അല്ലേ മയ്യത്ത്. എന്നാ കോഴിയുടെ ഭാഗ്യം നോക്കിയാൽ കോഴിക്ക് മരിക്കുന്ന വരെ കോഴിയുടെ പേരുള്ളൂ. മരിച്ച 28 പേരുണ്ട്. അറിയാമോ? ചിക്കൻ കബാബ്, ചിക്കൻ കടായി, പെപ്പർ ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ചിക്കൻ 65, ചിക്കൻ വറുത്തടിച്ച്, ചിക്കൻ ചില്ലി, 28 മോഡൽ കോഴി. ഇത് തിന്നലാണ് നമ്മുടെ ജീവിതമെന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. നമുക്ക് ഒരുപാട് ഗായകരുണ്ട്, ഒരുപാട് കവികളുണ്ട്, ഒരുപാട് പാട്ടുകാരുണ്ട്, ഒരുപാട് ചിത്രം വരയ്ക്കുന്നവരുണ്ട്, ശില്പികളുണ്ട്. അവരുടെയൊക്കെ കൂടെ നിൽക്കാൻ പറ്റുന്നല്ലോ. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യം. അതിലൂടെയാണ് നമ്മുടെ മനസ്സ് രൂപപ്പെടുന്നത്. അതുകൊണ്ട് മനസ്സ് രൂപപ്പെടാൻ ഞാൻ നിങ്ങൾക്കൊരു സൂത്രം പറഞ്ഞേട്ടെ. മനസ്സ് രൂപപ്പെടാൻ
നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്വെയറാക്കണം. അതാണ് കല. കലാപരഹിതമാവണം. നിങ്ങളുടെ കല മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണം. കലാപരഹിതമാവണം, കലാപരഹിതമാവണം. മൂന്നാമത്തത് കലാപരഹിതമാവണം. കലാപം, കുഴപ്പമില്ലാത്തതാവണം കല. ഇപ്പൊ ഗാനമേള എന്ന് പറഞ്ഞാൽ കസേരയൊക്കെ തുള്ളുക, എന്നിട്ട് കസേരയിൽ കഴിക്കുക, അടി കാത്തിച്ചാൽ മതി. അത് കലയല്ല. കല എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടാക്കുന്ന അല്ല, കലാപരഹിതം. അപ്പൊ ഒറ്റ വാക്ക്, ഇതാണ് കവിത. ഒരേ വാക്ക് ഞാൻ 3 അർത്ഥത്തിൽ പറഞ്ഞു. 1 കലാപരഹിതം, 2 കലാപരഹിതം, 3 കലാപരഹിതം. ഇതിനെയാണ് കവിത എന്ന് പറയുന്നത്. നിങ്ങളുടെ മനസ്സിൽ വികാരങ്ങൾ ഉണ്ടാവുമ്പോ അത് കവിഞ്ഞു മറിയില്ലേ? അതാണല്ലോ കണ്ണിലൂട്ട കവിഞ്ഞു മറിയുന്നതാണല്ലോ സങ്കടം. കവിഞ്ഞു മറിയുന്നതല്ലേ കണ്ണീര്? ആ കവിഞ്ഞു മറിയുമ്പോ നിങ്ങൾ ഒരു പെണ്ണ് എടുത്തിട്ട് കടലാസിലായി എഴുതി വെക്ക്. അതാണ് കവിയുമ്പോ വിതയ്ക്കുന്നതാണ് കവിത. വീഡിയോ കവിയുമ്പോൾ വിതയ്ക്കുന്നതാണ് കവിത. വില്യം വേർഡ്സ്വർത്ത് പറഞ്ഞു, poetry is spontaneous overflow of emotions. അനിയന്ത്രിതമായ വികാരങ്ങളുടെ കുത്തിയൊഴുക്കാണ് കവിത. അത് കടലാസിൽ തോന്നിയാക്ഷരങ്ങൾ എഴുതണം. തോന്നിയാസല്ലേ, തോന്നിയാക്ഷരങ്ങൾ. നിങ്ങളുടെ മനസ്സിൽ തോന്നിയ അക്ഷരങ്ങളല്ലേ എഴുത്, കവിത എഴുത്. എന്നിട്ട് നിങ്ങൾ നല്ല കമ്മ്യൂണിക്കേഷൻ, ആരോട്? നിങ്ങളുടെ വീട്ടുകാരോട്, നിങ്ങളുടെ നാട്ടുകാരോട്, നിങ്ങളുടെ പ്രകൃതിയോട് കമ്മ്യൂണിക്കേഷൻ നടത്തണം. ആ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ നിങ്ങളുടെ ഹൃദയം ആർദ്രമാകും. അതിന് കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റനാക്കണം. ചപ്പാത്തി സോഫ്റ്റനാക്കിയാൽ പോരാ, ഇഡ്ഡലി സോഫ്റ്റനാക്കിയാൽ പോരാ, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റനാക്കണം. കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റനാക്കാൻ ഒരു സൂത്രം പറഞ്ഞിട്ട് സോഫ്റ്റന്റെ സ്പെല്ലിംഗ് പഠിച്ചാൽ മതി. സോഫ്റ്റൻ സ്പെല്ലിംഗ് എന്താ? SOFTEN. മനസ്സിലായോ? 6 അക്ഷരമുണ്ട്. ഈ 6 അക്ഷരത്തിന് ഓരോ വാക്യം പറയാം. ഇത് നിങ്ങൾ എഴുതി വെക്കുക, ഓർമ്മിച്ച് വെച്ചിട്ട് വീട്ടിൽ പോയിട്ട് അച്ഛനും അമ്മയോട് പറഞ്ഞു കൊടുക്കണം കേട്ടോ. സോഫ്റ്റൻ, നിങ്ങളുടെ വീട്ടിലെ അന്തരീക്ഷം സോഫ്റ്റനാക്കാനുള്ള സൂത്രം പറഞ്ഞേട്ടെ. എസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സ്മൈലിംഗ്, പുഞ്ചിരിക്കുക. എന്തും പ്രയാസമുണ്ടോ പുഞ്ചിരിക്കാൻ? രാവിലെ എണീറ്റ് വരുമ്പോൾ നിങ്ങളുടെ മുഖം എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെയാ? ഇലാമെന്ന് വീണ പൈലക്ക പോലെ ചുരുക്കി മഴക്കി ലോകത്തോടുകൂടി പരിവായില്ല. ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഹായ്, സുപ്രഭാതം, 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 സുപ്രഭാതം പുഞ്ചിരിച്ചുകൊണ്ട് ഉണരും. അച്ഛനോടും അമ്മയോടും രാവിലെ എണീറ്റിട്ട് അച്ഛാ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട്, അമ്മേ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് രാവിലെ പുഞ്ചിരിക്കുക. നിങ്ങൾ പുഞ്ചിരിച്ചാ പോരാ, നിങ്ങളുടെ വീട് പുഞ്ചിരിക്കണം. രാവിലെ എണീറ്റ് നിങ്ങൾ ഇന്ന് കണി കണ്ട് നാളെ കണി കാണരുത് കേട്ടോ. ഇന്ന് നിങ്ങൾ എന്താ കണി കണ്ടെന്നറിയാം? നിങ്ങളുടെ മൂലക്ക് പ്രതിഷ്ഠിച്ച ഒരു ബിംബത്തെ. അത് ഹിന്ദുക്കൾ മാത്രമല്ല, മുസ്ലിങ്ങളും ആ ബിംബത്തെയാണ് കണി കാണുന്നത്. യൂറോപ്യൻ ക്ലോസറ്റിൽ ഒരു ബിംബമില്ലേ, എല്ലാം മൂലക്കും ആടെ പോയി നമസ്കരിച്ചിട്ടേ പാടുള്ളൂ. അതുകൊണ്ട് നാളെ അത് കണി കാണും. നിങ്ങൾ പ്രഭാതത്തെയും പ്രകാശത്തെയും കണി കാണും. അതുകൊണ്ട് രാവിലെ വാതിൽ തുറക്കൂ. വീടിന്റെ ചുണ്ടല്ലേ വാതിൽ? അപ്പോ വീടിന്റെ വാതിൽ തുറക്കുമ്പോ വീട് പുഞ്ചിരിച്ചു. എന്നിട്ട് മുറ്റത്ത് വിരിഞ്ഞ പൂക്കളോട് സംസാരിക്കും. പൂക്കളോട് സംസാരിച്ചാ പട്ടാണോ? അങ്ങനെയാണെങ്കിൽ കവികൾക്കെല്ലാം പട്ടല്ലേ? കുമാരനാഥൻ ആ പുഷ്പമേ അധിക തുങ്കപദത്തിൽ എത്ര ശോഭിച്ചിരുന്നൊരു രാജ്ഞികളൊക്കെ എന്ന് പാടിയ കുമാരനാശാന്റെ പട്ട അല്ല. അതുകൊണ്ട് പൂക്കളോട് സംസാരിക്കുക. പൂക്കളിൽ വന്നിരിക്കുന്ന പൂമ്പാറ്റകളെ ആസ്വദിക്കുക. അതിനൊന്നിച്ച് ഒരു സെൽഫി എടുക്കുക. എന്നിട്ട് അവിടെ പറക്കുന്ന തുമ്പികളെ നോക്കുക. അവിടുത്തെ കിളികളുടെ ശബ്ദം കേൾക്കുക. അച്ഛനും അമ്മയും എല്ലാം രാവിലെ എഴുന്നേറ്റ് വാതിൽ തുറന്ന് കറയത്തും മുറ്റത്തും ഇറങ്ങുക. അമ്മമാരോട് പറയണം, രാവിലെ എണീറ്റ് ഇസ്രായേലിലെ പട്ടാളക്കാരെ വഴി ഇങ്ങനെടുക്കുക. ഇസ്രായേലിലെ പട്ടാളക്കാരെ കഴിഞ്ഞ 3 കൊല്ലമായിട്ട് രാവിലെ ഒക്കെ കഴിഞ്ഞാൽ ഉടനെ 3 മിസൈൽ പോകും ഗാസയിലേക്ക്. എന്നിട്ട് മാത്രമേ പല്ലുവരെ നമ്മൾ അമ്മമാര് രാവിലെ എണീറ്റ് നേരെ ഒരു പോക്ക് കഴിഞ്ഞു. എന്നിട്ട് ഗ്യാസ് കഴിഞ്ഞിട്ട് 3 വെട്ടി ടിക്ക് 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 ഗ്യാസ് അടുത്ത് വെക്കുകയും അല്ലേ? അത് പിന്നെയാക്കാം. ശരീരത്തെ വളർത്തിയിട്ട് കാര്യമില്ല. പശുവിനെ പൊറ്റിയാൽ കടന്നു വെക്കാം, ഇങ്ങളെ പൊറ്റി നടന്നു വെക്കാൻ പറ്റുമോ? ആടിനെ പൊറ്റിയാൽ കോഴിനെ പൊറ്റി ഇറച്ചി വെക്കാം, ഇങ്ങളെ പൊറ്റിട്ട് ഇറച്ചി വെക്കാൻ പറ്റുമോ? മോനെ നല്ലോണം തിന്നൂട് മോനെ, ഇറച്ചിക്കല്ലേ ഭയങ്കര വിലയല്ലേ, എന്റെ ചന്തിന്നൊന്നും അരിഞ്ഞ് വിൽക്കാലോ പറ്റുമോ? അതുകൊണ്ട് ശരീരത്തെ അല്ല, മനസ്സിനെ വളർത്തണം. മനസ്സിനെ വളർത്താൻ നിങ്ങൾ രാവിലെ വീടിന്റെ വാതിൽ തുറക്കുക. അപ്പൊ വീടും പുഞ്ചിരിക്കണം, നിങ്ങളും പുഞ്ചിരിക്കണം. മനസ്സിലായോ?
സ്മൈൽ, പുഞ്ചിരിക്കുക. രണ്ടാമത്തത് എസ് കഴിഞ്ഞാൽ ഓ. ഓ എന്താ? ഓപ്പൺ ദി ഹേർട്ട്, ഹൃദയം തുറന്ന് വർത്താനം. അച്ഛനോടും അമ്മയോടും എല്ലാവരോടും ഹൃദയം തുറന്ന് വർത്താനം. ഈ അച്ഛനോടും അമ്മയോടും പറയണോ? ഈ സ്കൂളിൽ വന്നിട്ട് ടീച്ചറെ ഇവ മൊബൈലിൽ കഴിയാന്നെല്ലാം പറയുന്ന പരാതി പറയുന്ന അച്ഛനും അമ്മ ആരാന്നറിയോ? ഇവര് സ്ഥിരം മൊബൈൽ മാത്രം പറ്റുക. മക്കളെടുക്കുമ്പോൾ ചോദിച്ചത് ഇവർക്ക് വേണ്ട അല്ലേ? അത് പറയണം നിങ്ങൾ പോയി കേട്ടോ. ഞങ്ങളുടെ വീട്ടിലുള്ള സമയത്ത് ഞങ്ങളോട് വർത്തമാനം പറയുമ്പോ അച്ഛന്റെ അമ്മേന്റെ കയ്യിൽ മൊബൈൽ പാടില്ല. അച്ഛന്റെ അമ്മേന്റെ കയ്യിൽ മൊബൈൽ പാടില്ല. അത് ഇവിടെ കൊണ്ടു വെക്കണം, എവിടെ വെക്കണം? റൂമിൽ കൊണ്ടേ വെക്കണം, TV കൂട്ടണം. എന്നിട്ട് ഹൃദയം തോന്നുന്നു വർത്തമാനം പറയും. ഓപ്പൺ ചെയ്ത് എന്താ വർത്താനോ? അതാരാ റൂമിലെ പോകുന്ന ബഷീറാണ്. അതാ ഉത്തരവ്. പിന്നെ പോകാനായിട്ട് തീരെ പോകാം. മുനിസിപ്പൽ കൗൺസിൽ ഒരു ചുറ്റിന് പോകും. മുനിസിപ്പൽ മേയർമാർ പോകാം, MLA പോകാം, മന്ത്രിമാരുടെ ഭക്ഷണന്മാര്, മുഖ്യമന്ത്രി ഭീകരണ എല്ലാവരും മോശം. ഒരാളെ ഒരു ലോകത്ത് നല്ല അതാരാ? ഞാൻ മാത്രം. ഈ ചർച്ചകളാണ് നിങ്ങളെ അഹന്തയുണ്ടാകുന്നത്. നിങ്ങളുടെ മനോഭാവം ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാൻ മാത്രം ശരി, നിങ്ങളൊന്നും ശരിയല്ല. ഈ രക്ഷിതാക്കള് കുട്ടികളുടെ കലോത്സവം കാണാൻ വരുന്ന രക്ഷിതാക്കള് ഈ വൃത്തികെട്ട സ്വഭാവമുള്ളവരാണ്. എന്താ പറയുക? എന്റെ കുട്ടിയുടെ ഡാൻസ് കഴിഞ്ഞ് നമുക്ക് പോവാം. എന്നിട്ട് അവസാനത്തെ കുട്ടിയുടെ ഡാൻസിന് ഓരോ അച്ഛനും അമ്മയും അമ്മാവന്മാരുണ്ട്. ഈ വൃത്തികെട്ട സ്വഭാവം. എല്ലാ കുട്ടികളുടെ ഡാൻസും നല്ല ഡാൻസാണ്, എല്ലാം കാണണം. എന്റെ കുട്ടിയെ മാത്രം കണ്ടാൽ പോരാ, മനസ്സിലായോ? അതുകൊണ്ട് ഓപ്പൺ ദി ഹേർട്ട്, ഹൃദയം തുറന്ന് അച്ഛനോട് പറയണം, നിങ്ങളോട് പറയണം അല്ലേ? മൂന്നാമത്തത് ഫോർവേഡ് എഫ്, ഫോർവേഡ് ലീവ്, മുന്നോട്ട് പിരിയണം. ഒരാളെ കണ്ടാൽ നമ്മുടെ ഒന്ന് തലമിറ്റൂടെ. ഫോർവേഡ് ലീവ്, നമ്മുടെ ശരീരത്തിലെ സന്ധികൾ നോക്കും. ഒരു സന്ധി മാത്രമേ പുറകോട്ട് മടക്കും. ഏതാണ്ട് കാലിന്റെ മുട്ടി. അതെന്തിനാ പുറകോട്ട് മടക്കി വെച്ച്? പുറകോട്ട് നടക്കാനാ? മുന്നോട്ട് ഓടാൻ വേണ്ടിയ പുറകോട്ട് മടക്കി വെച്ച്. നമ്മുടെ ശരീര ബാക്കിയെല്ലാം മുന്നോട്ട് മടങ്ങുന്ന, എന്നിട്ട് നമ്മളിങ്ങനെ മരത്തിൽ നിൽക്കരുത്. ഫോർവേഡ് ലീവ്, മുന്നോട്ട് പിരിയും. അടുത്തത് ടീ, ടച്ച്, തൊടണം. കൂട്ടുകാരെ ഷെയ്ക്കൻഡ് കൊടുക്കണം, കെട്ടിപ്പിടിക്കണം, മുത്തം കൊടുക്കണം. അച്ഛനും അമ്മയും തൊടണം വേണ്ട. ടൂർ പോവാൻ അച്ഛൻ്റെ പൈസ വാങ്ങാൻ ഒരു സൂത്രം പറഞ്ഞേ. ടൂറിന്റെ കാര്യമൊന്നും പറയണ്ട, അച്ഛൻ്റെ അടുത്ത് പോയി ഇരിക്കുക. എന്നിട്ട് അച്ഛൻ്റെ പുറത്ത് കുപ്പായത്തിനുള്ളിൽ കൈയിട്ട് പുറത്ത് ഇങ്ങനെ ചോദിക്കും. അന്നേരം പൈസക്ക് വെച്ച് അന്നേരം പൈസ അച്ഛാ അങ്ങനെ ചൊന്നോണ്ട് പറയാം. അച്ഛാ ടൂർ പോകണ്ടേന്ന് പറയാം. അപ്പോ പൈസ എടുത്ത് കേട്ടോ. കാരണം മനുഷ്യർ ഏറ്റവും സുഖമുണ്ടോ ചോദിക്കുന്നത്, മനസ്സിലായി? ഈ പുറം കണ്ടുപിടിച്ചതിന്റെ ചോദിക്കാനാ. കൈയോട് കാലോട് തലയോട് എന്തെല്ലാം ഉപകാരമുണ്ട്, പുറമുണ്ട് എന്തൊക്കെ ഒരു ഉപകാരം. നമുക്ക് ഒരു കാര്യമില്ലാത്ത സാധനം അത് ചോദിക്കാൻ വേണ്ടി ഉണ്ടാക്കണം, മനസ്സിലായി? അതുകൊണ്ട് ചോദിക്കും. അതുകൊണ്ട് തൊടണ്ടേ. നിങ്ങൾ നിങ്ങളുടെ അച്ഛനമ്മമാരെ മാത്രമല്ല, നിങ്ങളുടെ അപ്പൂപ്പനെ അമ്മമ്മയും പോയി തൊടണം. കാലിൽ തടയി കൊടുക്കണം, മുടിയിലൂടെ വെള്ളം ഒഴിച്ച് മസാജ് ചെയ്ത് കൊടുക്കണം, മനസ്സിലായോ? ഈ ചൂടുകാലത്ത് ചെറിയ പുഴുവെല്ലാം നോക്കും, അതെല്ലാം വാങ്ങി പൊടിച്ചു കൊടുക്കണം. അവർക്ക് വേണ്ടത് പൈസയോ ഭക്ഷണമോ മരുന്നൊന്നും അല്ല, നിങ്ങളുടെ സ്നേഹമാണ്. അതിന് ടച്ച്, നമ്മുടെ തൊക്കിന്റെ പുറത്തല്ലേ സ്നേഹഗ്രന്ഥിയുള്ളത്. ഒരു പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നല്ലേ ഇത്? അവിടെ തോട്, തലോട്. നമുക്ക് എന്തെങ്കിലും വല്ലാത്ത സന്തോഷം അനുഭൂതി ഉണ്ടെങ്കിൽ രോമകൂപങ്ങളിൽ ഇങ്ങനെ കിഴങ്ങിന് കുതിർകൂട്ടിയ പോലെ പൊങ്ങി വരൂലേ? അതിന്റെ വേണ്ട രോമാഞ്ചം. ഇനി രോമം ഇല്ലാത്ത തോലാഞ്ചം ഉണ്ടാവില്ലേ? അതെ. അപ്പോ അവിടെ തൊടണം. ടച്ച്, SOFT. അടുത്തത് ഈ ഐ കോണ്ടാക്ട്, കണ്ണിൽ നോക്കി വർത്താൻ. കണ്ണിൽ നോക്കി വർത്താൻ. കണ്ണാണ് സൗന്ദര്യം അല്ലേ? കണ്ണിലെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും കാണും. അച്ഛനോട് അമ്മയോട് വർത്താൻ പറയുമ്പോ നിങ്ങൾ കണ്ണിൽ നോക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കള്ളത്തരോട് കണ്ണിൽ നോക്കി വർത്താൻ പറയാം. അച്ഛനോട് അമ്മയോട് പറയാ, ഞങ്ങളുടെ കണ്ണിൽ നോക്കുമ്പോ കൃഷ്ണമണി നടുക്ക് മുന്നിന്റെ വർത്താൻ പറയാം. ചില മാഷന്മാർക്ക് രക്ഷിതാക്കൾക്കുണ്ട് കൃഷ്ണമണി ഒന്നിക്ക് മേലെ അല്ലെ കീഴെ, രണ്ടും കഴിക്കാം. നീക്കട പോയി കൃഷ്ണമണി താഴെ, നീക്കട പോയി എന്താണ് ലീച്ചായി അല്ലേ? കൃഷ്ണമണി താഴെ. ചില ടീച്ചർ പറഞ്ഞു എന്താ മൈനേഷൊക്കെ വാക്ക് പറഞ്ഞ് കൃഷ്ണമണി മേലെ, രണ്ടും തരില്ല, നേരെ മധ്യത്തിൽ. മനസ്സിലായോ? അതാണ് ഐ കോണ്ടാക്ട്, കണ്ണിൽ നോക്കുക. കണ്ണിന്റെ സൗന്ദര്യം നോക്കിയിട്ട് അവന്റെ പേരിട്ട് നമ്മളാക്കുന്നത്. അക്ഷി എന്ന് പറഞ്ഞാൽ കണ്ണല്ലേ? എത്രയാ പേര്? അമ്പുരാക്ഷി, കമലാക്ഷി, പങ്കരാക്ഷി, മീനാക്ഷി, വിശാലാക്ഷി. പെണ്ണുങ്ങൾക്ക് വലിയ കണ്ണ് സൗന്ദര്യമാവും. അതുകൊണ്ട് സ്ത്രീകളുടെ പേര് വിശാലാക്ഷി. നേരെ തിരിച്ചിട്ട് ആണുങ്ങൾക്ക് ചെറിയ കണ്ണാ സൗന്ദര്യം. അതുകൊണ്ട് ആ പെണ്ണുങ്ങളെ വിശാലാക്ഷി എന്ന് വിളിക്കുമ്പോൾ ആണുങ്ങളെ പേര് കുഞ്ഞി കണ്ണേ. മനസ്സിലായോ? കണ്ണിൽ നോക്കി വെക്കാൻ. SOFT. അടുത്തത്
നോടി നോടി ഞാൻ തലവിളിക്കുക, സമ്മതിച്ചു കൊടുക്കുക, മറ്റുള്ളവരും അംഗീകരിക്കാൻ പറ്റും. ആ ശരിയാ ശരിയാ, അത് വേണം. നിങ്ങൾ ക്ലാസ്സിൽ മാഷന്മാർക്ക് നിങ്ങൾ ഇഷ്ടപ്പെടാൻ ഒരു സൂത്രം കേൾക്കാൻ, മാഷന്മാർ ക്ലാസ് എടുക്കുമ്പോ നിങ്ങൾ അതിന് നിങ്ങൾ തലവിളിക്കാൻ ഭയങ്കര ഇഷ്ടം. അവർക്ക് അങ്ങനെയാ തലവിളിക്ക് കൊടുത്താൽ ഞാൻ ബോയിൽ അടിച്ചതാ കേട്ടോ. തലവിളിക്കുക, അംഗീകരിക്കുക, പരസ്പര ബഹുമാനം. അപ്പോ സ്മൈൽ, ഇതെല്ലാം സ്മൈൽ, ഓപ്പൺ ഹെഡ്, ഫോർവേഡ് ടച്ച്, ഐ കോണ്ടാക്ട്, നോഡിങ്, സോഫ്റ്റനായ അത്തരത്തിൽ സോഫ്റ്റനാകും നിങ്ങളുടെ മനസ്സ് വരെ. ആ മനസ്സ് പറയുമ്പോ ഒരു കവിത വായിക്കുമ്പോ അതിന് ഇഷ്ടത്തു. നിങ്ങളുടെ വീട്ടിൽ ഒരു കവിതയും ആരംഭിക്കുക, എല്ലാ വീട്ടിലും ഒരു കവിതയും. ലോകത്തിലെ ഏറ്റവും സുന്ദരമായ കവിത ഏതാണെന്നറിയാം? ലോകത്തിലെ ഏറ്റവും സുന്ദരമായ കവിത അമ്മയാണ്. ആ അമ്മയോളം നല്ലൊരു കവിത ലോകത്ത് വേറെയില്ല. കാരണം തന്റെ കുട്ടിയെ ഓർക്കാൻ പോയിട്ട് ഓർക്കുന്ന അമ്മയില്ലേ, ഒരു കവിത ആസ്വദിക്കുന്നതിനേക്കാൾ ഭയങ്കര ഇഷ്ടമാണ് ഒരു കുട്ടിയെ ഓർക്കാൻ പോകുന്ന അമ്മേനെക്കാൾ. കുട്ടികൾ കൈവരെടുത്ത് നല്ല മുട്ടുകുത്തിയാൽ ഇരുന്നിട്ട് പാലിയെടുത്തിട്ട് ഒരു തുണിയെടുത്ത് കൈകളെ കുട്ടീനെ കെട്ടിയിട്ട് കുട്ടിയുടെ ചന്തി കരിയിൽ കൈവരിക്കുന്നതല്ല. പുലിമുരുകൻ സിനിമയിൽ ഉണ്ടാവില്ല ഇത്ര നല്ല സ്ലോ മോഷൻ. കുട്ടി അറിയാണ്ട് കൈവരിച്ച് എന്നിട്ട് ഒരു തുണിയെടുത്തായിട്ട് ഉറക്കി രണ്ട് മുട്ടുമുട്ടി എന്നിട്ട് നല്ല എണീറ്റ് മുടി കെട്ടിയിട്ട് അടുക്കള പണിയെടുത്തും കൊണ്ടൊരു ചിരിഞ്ഞോട്ടൊരാച്ചി എന്റെ കുഞ്ഞിമോനോട്ട് തന്നെയുണ്ടാവും. ആ ചിരിനേക്കാൾ നല്ല ചിരി ഐശ്വര്യ റോയും കാവ്യമാധവനും ചിരിച്ചിട്ടില്ല. അതാണ് ലോകത്തെ ഏറ്റവും നല്ല ചിരി. മനസ്സിലായോ? എന്നിട്ട് കുട്ടി ഉറങ്ങുന്ന കുട്ടിയുടെ അമ്മ കുയിലിന്റെ പാട്ട് തീർക്കും. അമ്മക്ക് ദേഷ്യം വരും. കുയിലെ നിന്റെ പാട്ടിന്റെ മൂലയിൽ പുറത്ത് എന്റെ മോൻ ഉറങ്ങാന്ന് പറഞ്ഞിട്ട് കുയിലിന്റെ കുടങ്ങും. നിലാവെളിച്ചം നമുക്ക് ഇഷ്ടമല്ലേ? പക്ഷെ നിലാവെളിച്ചത്തിന്റെ ശിശിരരശ്മികൾ ജാലകപ്പഴുതിലൂടെ കടന്നു വന്ന് ഉറങ്ങുന്ന കുഞ്ഞിന്റെ കൺപോളകൾ സ്പർശിച്ചിട്ട് അവന്റെ സ്വപ്നങ്ങളുടെ നിറഞ്ഞിട്ട് പോകാതിരിക്കാൻ കുയിലേ നിന്റെ പാട്ടിന്റെ മൂലയിൽ പുറത്തു പോയി. നിലാവേ നിന്റെ വോൾട്ടേജ് പുറത്തു പോയി. അതുകൊണ്ട് അതാണ് കവിത. അതിനെ കുറിച്ച് ഓരോ ഒരു പാട്ട് എഴുതി കേട്ടിട്ടുണ്ടോ? ഒന്നി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഒന്നി തിരിതട്ടു ശാരദ നിലാവേ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. ഇത് പാടുന്നവരാണ് അമ്മ. അതുകൊണ്ട് അമ്മയെ കവിതയെ കാണും, അച്ഛനിൽ പർവ്വതത്തെ കാണും, ആ പർവ്വതത്തിന്റെ ഗംഭീരത കാണും, കുടുംബത്തിൽ മഹാകാവ്യത്തെ കാണും, പ്രകൃതിയിൽ സുന്ദരമായ പൂക്കളുടെ മേളം കാണും, ഉത്സവം കാണും. അത്തരത്തിൽ നമ്മുടെ മനസ്സ് ആർദ്രമാകുമ്പോൾ നമ്മൾ നല്ല മനുഷ്യരാകും. ഈ ലോകം രസകരമാകും, ആനന്ദത്തിൽ ആന്തോളനം ഉണ്ടാവും. അപ്പൊ സച്ചിദാനന്ദം ഉണ്ടാകും. സത്ത് നല്ല കാര്യങ്ങൾ ചിത്തത്തോട് ചേരുമുള്ള ആനന്ദം ഉണ്ടാകും. ഈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കുട്ടികൾ ദുശ്ചിതാനന്ദത്തിലേക്ക് പോകുന്നത്, വൃത്തികേടുകളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഈ കലോത്സവം നിങ്ങളുടെ നല്ല മനസ്സിനെ ഉണ്ടാക്കാൻ, ഇത് വെറുതെ കുറച്ചാണ് മാർക്ക് കിട്ടിയിട്ട് ഇല്ലേ പോകാനല്ല. ഇത് ഈ കലോത്സവം മനുഷ്യത്വത്തിന്റെ വികാസത്തിന്റെ അനിവാര്യ ഘടകമാണ്. അതുകൊണ്ട് തമാശ കഴിയേണ്ട കലോത്സവം. കലയിൽ മാർക്ക് കിട്ടുമോ ഫസ്റ്റ് കിട്ടുമോ നല്ല ചോദ്യം, പങ്കെടുത്തോ എന്ന ചോദ്യം. എല്ലാവർക്കും ഫസ്റ്റ് കിട്ടുമോ? ഇല്ല. ഫസ്റ്റ് കിട്ടിക്കോട്ടെ, ഞാൻ പങ്കെടുത്തല്ലോ. പങ്കാളിയാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ നിങ്ങൾ മത്സരത്തിൽ പങ്കെടുത്ത് മുന്നോട്ട് പോയി ഗംഭീരമായി നിങ്ങൾ ജീവിതത്തിൽ A+ ആവണം. മാർക്കിൽ പരീക്ഷയിൽ A+ ആയിരുന്നല്ലോ, ജീവിതത്തിൽ A+ ആവണം. ഈ പ്ലസ് എന്ന ചിഹ്നത്തിന് അർത്ഥമറിയാവോ? ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇങ്ങനെയും ഇങ്ങനെയും വരയില്ലേ? ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇതാ പ്ലസ്. പ്രീഡിയോ എന്ന് പറഞ്ഞാൽ പരന്ന വായനയും ആഴത്തിലുള്ള ചിന്തയും ചേർന്നാണ് പ്ലസ്. പ്രീഡിയോ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ഉത്തരം പറയോ? പേരുണ്ടാക്കുന്നാരാ? പേരുണ്ടാക്കുന്നാരാ? പേരിച്ച. ഉത്തരം പറഞ്ഞില്ലേ? പക്ഷെ ഉത്തരം തെറ്റാ. പേരിച്ച് ഇതുവരെ ഒരു പേരുണ്ടാക്കി. ഒന്നും കൂടി ഞാൻ ചോദിക്കാം, പേരുണ്ടാക്കുന്നാരാ?
ഉത്തരം ശരിയാ. ഇപ്പൊ പ്രശ്നമായി. ആദ്യം നിങ്ങൾ പണ്ടേ കേട്ട ഉത്തരം ഇതാ എക്സൈസ് ആണ്. ഇതിങ്ങനെ മാത്രം വരച്ചാൽ പ്ലസ് അല്ല മൈനസ് അല്ലേ. രണ്ടാമത് തെറ്റാണ് പറഞ്ഞ് രണ്ടാമത് ചോദിച്ചപ്പോൾ നിങ്ങൾ ആഴത്തിൽ ചിന്തിച്ചു, വലിയ എക്സൈസ് വരച്ചു, അപ്പൊ പ്ലസ് ആയി. വീഡിയോ ഇതാണ് പ്ലസ്. പരന്ന വായനയും ആഴത്തിലുള്ള ചിന്തയും ചേർന്നതാണ് പ്ലസ്. അത്തരത്തിൽ നിങ്ങൾ ജീവിതത്തിലും പഠനത്തിലും എ പ്ലസ് ആയി മുന്നോട്ട് പോകാൻ ഈ കലോത്സവം നിങ്ങളെ പ്രേരിപ്പിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികളെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് ക്ഷണിച്ച PTA പ്രസിഡന്റിനോടും ഹെഡ് ടീച്ചറോടും പ്രിൻസിപ്പലിനോടും നന്ദി പറയുന്നു. സർവോപരി ഇത്ര നേരം ഈ സാധാരണ പല പ്രായത്തിലുള്ള കുട്ടികൾ ഇങ്ങനെ ഇരിക്കുമ്പോ അടങ്ങിയിരുന്ന് കേൾക്കില്ല. എന്നാൽ ഇന്ന് ക്ലാസ് റൂമിലെ പോലെ അടങ്ങിയിരുന്ന് കേട്ടതിന് നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ കലോത്സവം ഉദ്ഘാടനം ചെയ്ത്